മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നെല്ലിന്റെ സംഭരണ വില നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. 1051.34 കോടി രൂപ നെൽകർഷകർക്ക് ഈ സർക്കാർ വന്നതിന് ശേഷം നൽകുകയുണ്ടായി. ബാങ്കിംഗ് കൺസോർഷ്യം, അതിനുശേഷം വിവിധ ഗഡുക്കൾ, ഇപ്പൊ ഏറ്റവും അവസാനം 150 കോടി നൽകി. അതിനുശേഷം പ്രൊഡക്ഷൻ ഇൻസെന്റീവ് ബോണസായി സ്റ്റേറ്റ് സെൻട്രൽ ഷെയർ നൽകാനുള്ള നടപടിയെടുത്തു. ഈ വരുന്ന ആഴ്ചയോടുകൂടി ബാലൻസ് ഉള്ള ആളുകൾക്കും പണം പൂർണ്ണമായും അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തും. പണമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം നിലവിൽ നെൽകർഷകരെ സംബന്ധിച്ചില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. 1051 കോടി രൂപ, 34 ലക്ഷം. അതെ. ഇനി കുറച്ച് കർഷകർക്ക് കൊടുക്കാനുണ്ട്. ആ കൊടുക്കാനുള്ളത് ഈ ഒരാഴ്ച കൊണ്ട് തന്നെ പൂർത്തിയാക്കി നൽകാൻ പറ്റും. നെല്ലുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന അടുത്ത ഒന്നാം വിള, ആ ഒന്നാം വിളയുടെ നല്ല രീതിയിലുള്ള മാനേജ്മെന്റിന് വേണ്ടി സിവിൽ സപ്ലൈസ് വകുപ്പും കൃഷി വകുപ്പും ഒന്നിച്ച് യോഗം ചേർന്ന് കഴിഞ്ഞു. നേരത്തെ തന്നെ അതിൻ്റെ തുടർ നടപടികൾ ആരംഭിക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകി കഴിഞ്ഞിട്ടുണ്ട്. നാളികേരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം കൂടെ പറയുന്നു. കേന്ദ്രമന്ത്രിയെ കാണുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയിരുന്നു. കേന്ദ്ര കൃഷിമന്ത്രി ശ്രീ ശിവരാജ് സിംഗ് ചൗഹാനുമായിട്ടുള്ള ചർച്ച ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാവരുമായിട്ടാണ് ഞങ്ങൾ പോയത്. നല്ല ഇൻഡെപ്ത് ചർച്ച നടന്നു. അതിൽ കുറ്റ്യാടിയിൽ കോക്കനട്ട് ഡെവലപ്മെന്റ് പാർക്ക് ഉൾപ്പെടെ സമഗ്ര പുനരുജ്ജീവന പദ്ധതി വേണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിനെ ബാക്ക് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ആ പദ്ധതിയിലേക്കുള്ള തുടക്കം ഈ വരുന്ന 2-ാം തീയതി കോക്കനട്ട് ഡെവലപ്മെന്റ് ഡേയിൽ അതിൻ്റെ ചർച്ചകളും പദ്ധതി രൂപീകരണവും ആരംഭിക്കുക. അതിൻ്റെ പണം ഓൾറെഡി ധനകാര്യമന്ത്രിക്ക് കത്ത് കൊടുത്തു. ഇമ്മീഡിയറ്റ് ഡിസ്പേഴ്സ് ചെയ്യാനുള്ള ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞു. അതിപ്പം അധികം താമസിക്കാതെ പോകും. ഇനിഷ്യേറ്റീവ് അപ്പം ഈ 2-ാം തീയതിയുടെ നമ്മുടെ മിഷൻ സമ്മിറ്റാണ്. അതിൻ്റെ കേരോത്സവം പദ്ധതിയും അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീറ്റിങ്ങിൽ, ആ സമ്മിറ്റിൽ ഇതുൾപ്പെടെ ഭൗമസൂചിക പദവി കിട്ടിയത് ചെറിയ കാര്യമല്ല. അപ്പോൾ ആ GI സൗകര്യം ഉൾപ്പെടെ കിട്ടിയതിന് പ്രത്യേകമായ പദ്ധതി ആവിഷ്കരിക്കാനുള്ള നടപടി ഉൾപ്പെടെ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഉൾപ്പെടെ GI ചെറിയ കാര്യമല്ല. നമുക്ക് ഈ നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ പിന്നെ നമ്മുടെ ഒളോറ്, അരൂർ ഒളോറ്, അതുപോലെ നമ്മുടെ കുറ്റ്യാടി നാളികേരം,
ഇത് രണ്ടും പ്രത്യേകമായി നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ പരിരക്ഷിക്കാവുന്ന നടപടികൾ സ്വീകരിക്കേണ്ടത്. അതിനുള്ള നടപടികൾ പ്രത്യേകം ചർച്ച ചെയ്യും. മുതലമടയുണ്ട്, മറ്റുള്ള ഏരിയ ഉണ്ട്, ഒക്കെ ഉണ്ട്. കുറ്റ്യാടി പാർക്ക് സമഗ്രമായിട്ടുള്ള ഒരു പാർക്കിൻ്റെ പ്രോജക്റ്റ് ആവിഷ്കരിക്കുക. അപ്പോൾ ഞങ്ങൾ 2-ാം തീയതി അതിൻ്റെ മിഷനിൽ ഞങ്ങൾ അതിൻ്റെ നടപടികൾ തുടങ്ങും. കുറ്റ്യാടിയാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പിന്തുണയും കൂടെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ പദ്ധതിയുടെ ഭാഗമായി അതും കൂടെ ആവിഷ്കരിക്കും. ഹോർട്ടികോർപ്പ് കർഷകരിൽ നിന്ന് സ്വീകരിച്ച മുഴുവൻ കാർഷിക ഉൽപ്പന്നത്തിൻ്റെയും പണം കൊടുത്തു കഴിഞ്ഞു. എല്ലാം കൊടുത്തു. ആ രീതി ഇനിയും തുടരും. അതായത് കർഷകരുടെ അധ്വാനത്തെ സമയാസമയം പണം കൊടുത്തില്ലെങ്കിൽ അവർ അടുത്ത വിള അവർ ഇറക്കാൻ ബുദ്ധിമുട്ടും. അവർക്ക് വിത്ത് വാങ്ങണം, അവർക്ക് വളം വാങ്ങണം, അവർക്ക് മണ്ണ് പരിശോധന നടത്തണം, എന്തൊക്കെ ന്യൂട്രിയൻസിൻ്റെ കുറവുണ്ട് അത് മുഴുവൻ പുനഃക്രമീകരിക്കണം. അതിന് മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് ആ വിളയുടെ പൈസ കിട്ടിയാലേ പറ്റൂ. അപ്പോൾ അത് സർവ്വവ്യാപിയായി എല്ലാ ജില്ലകളിലും ഇതിൻ്റെ പ്രശ്നം നിലനിന്നിരുന്നു. അപ്പോൾ ആ പണം മുഴുവൻ കൊടുത്തു കഴിഞ്ഞു. സജീവ വിപണികളിൽ ഹോർട്ടികോർപ്പിൻ്റെ ഇടപെടലും VFPCKയുടെ ഇടപെടലും സജീവമായി നിലനിർത്തും, കൊണ്ടുപോകും. പിന്നെ മാർക്കറ്റ് ഇൻ്റർവെൻഷനും സജീവമാക്കുക. മാർക്കറ്റ് ഇൻ്റർവെൻഷൻ, അതെ, ശബരിമല സീസണിൽ വ്യാപകമായി കേരളത്തിൽ ചന്തകൾ നടത്തി പച്ചക്കറി വിലയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഇടപെടലുണ്ട്. ശബരിമല സീസണും ഓണം ഉൾപ്പെടെയുള്ള ഫെസ്റ്റിവൽ സീസണും ഒരു നേരത്തെ നാസിക്കിൽ നിന്ന് വ്യാപകമായി സവാളയും ഉരുളക്കിഴങ്ങും നമ്മുടെ ഇടത്തരക്കാർ വാങ്ങുക. കേരളത്തിൽ ഇവരിത് വാങ്ങി സംഭരിച്ചു വെക്കുക. എന്നിട്ട് വില അങ്ങ് കൂട്ടിയതിന് ശേഷം മാർക്കറ്റിലേക്ക് ഇടുക. അപ്പോൾ ആ മാർക്കറ്റിൻ്റെ പിറകെ കൃഷി വകുപ്പും കൂടി പോകേണ്ടി വരികയാണ് മുൻകാലങ്ങളിൽ. ഇപ്പം അങ്ങനെയല്ല, ഞങ്ങൾ നേരെ അങ്ങ് കട്ട് ചെയ്തു വില. ഇനി അതിനേക്കാൾ സമഗ്രമായി ആവിഷ്കരിക്കാൻ പോവുക. വിലയെ കൃഷി വകുപ്പ് നിയന്ത്രിക്കും. ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി കൃഷി വകുപ്പ് വിലയെ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് പച്ചക്കറികളിൽ കൊണ്ടുപോകും. ജില്ലാ പഞ്ചായത്തൊക്കെ കൂടെ അസിസ്റ്റ് ചെയ്യുന്നു. പക്ഷെ കാര്യമായി അവർ സ്വന്തം നിലയിൽ നടത്തില്ല. അതിനെ ഒരു പ്രൊമോട്ട് ചെയ്യാൻ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേരളത്തിലെ കൃഷി വകുപ്പിൻ്റെ കയ്യിൽ 64 ഫാമുകളുണ്ട്. ഈ 64 ഫാമുകളിൽ ഏറിയ ഫാമും വീണ് കിടക്കുക. ഏറിയ ഫാം കോഴിക്കോട് ജില്ലയിലുള്ള ഫാമുകളുണ്ട്. ഇപ്പം മുണ്ടേരി ഫാം നിലമ്പൂരാണ്. 1000-ൽ പരം ഏക്കർ ഭൂമിയാണ്. അതിന് ഓരോ ഫാമുകളും ഇപ്പം നേര്യമംഗലം ഫാം ഏറ്റവും ബെറ്ററായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ നേര്യമംഗലം ഏറ്റവും നന്നായി നടക്കുക. അപ്പോൾ ചില ഫാമുകൾ നന്നായി നടക്കുന്നുണ്ട്, ചില ഫാമുകൾ ദുർബലമായിട്ടുണ്ട്. ഇപ്പം ഞങ്ങളിപ്പോൾ ഇൻറ്റേണലായി ഒരു വിഷൻ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുക. ഇൻറ്റേണലായി 2 ദിവസം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരും കർഷകരും എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്താണ് ഞങ്ങളെ മിഷൻ കോൺക്ലേവ് ഞങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. 2 ദിവസം ആ ഡേറ്റ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഡേറ്റ് അറിയിക്കേണ്ട സമയം ആവാത്തത് കൊണ്ടാണ് ഇപ്പം പുറത്തു പറയാനുള്ളത്. ആ 2 ദിവസം ഒരു സബ്ജക്റ്റ് കേരളത്തിലെ ഫാം അഗ്രി ടൂറിസവും ഫാംസിൻ്റെ റെജ്യൂവിനേഷനും. അതിൽ PPP മോഡൽ ആവശ്യമാണെങ്കിൽ അതും സ്വീകരിക്കും. വെറുതെ തകർന്ന് തരിപ്പണായി കിടക്കുക. ഒന്ന് സീഡ്ലിങ്സ് വിത്തുകളും തൈകളും ഏറ്റവും നല്ല രീതിയിൽ. ഇപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം ക്ലൈമറ്റിക് റെസീലിയൻ്റ് ആയിട്ടുള്ള കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള നടീൽ വസ്തുക്കളുടെയും വിത്തുകളുടെയും ഉൽപ്പാദനമാണ്. അപ്പോൾ അത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയോട് മീറ്റിംഗ് നടത്തി പ്രത്യേകം പറഞ്ഞു ആവിഷ്കരിക്കാൻ. അപ്പോൾ അത് എല്ലാ ഫാമുകളുമായി അത് കണക്ട് ചെയ്യണം. ഫാമുകളെ അതിനനുസരിച്ച് സജ്ജമാക്കണം. അവിടെ ടൂറിസം നടക്കണം. അവിടെ കുട്ടികൾക്ക് വന്ന് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. ഇപ്പം കതിർ പദ്ധതി ഈ വർഷം 500 സ്കൂളുകളിലാണ് നടപ്പിലാക്കുന്നത്. കതിർ പദ്ധതി ഒക്ടോബർ മാസം 16-ാം തീയതി ലോക ഭക്ഷ്യദിനത്തിൽ കതിർ പദ്ധതി 500 സ്കൂളുകളിൽ ആരംഭിക്കും. കുട്ടികൾക്കുള്ള കാർഷിക ക്ലബ്ബുകളിലൂടെയുള്ള പദ്ധതി. അപ്പോൾ ആ കുട്ടികൾക്ക് ഒരു തീം, കതിർ പദ്ധതിയുടെ ഒരു തീം കതിർ സഞ്ചാരം. ഈ കതിർ സഞ്ചാരം കാർഷിക സ്ഥാപനങ്ങളും
കൃഷിഭൂമികളും ഫാമുകളിലൂടെയുള്ളതായ യാത്രയാണ് കുട്ടികൾ. അപ്പോൾ അതിനുവേണ്ടി ഈ തകർന്നു കിടക്കുന്ന ഫാമല്ല കുട്ടികളെ കാണേണ്ടത്. അപ്പോൾ ഫാമുകളെ മുഴുവൻ പുനരുദ്ധരിക്കാനുള്ള നടപടിയും സ്വീകരിക്കുക. കേരളത്തിലെ ഈ നെൽപ്പാടങ്ങൾ അനധികൃതമായിട്ട് നികത്തുന്നത്